ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, ഡിസംബർ 1. ഡിസംബർ 1 നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ജനുവരി 1 പോലെയോ ഡിസംബർ 31 പോലെയോ കാണുന്ന ദിവസമല്ല ഡിസംബർ 1. പക്ഷേ എനിക്കത് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ട് തോന്നാറുണ്ട്. ഒരു വർഷത്തിലെ അവസാനത്തെ മാസം, അതിലെ ആദ്യത്തെ ദിവസം മിക്കവാറും വളരെ ശാന്തമായ ദിവസമാണ്. ഡിസംബർ 15 വരെ സാമാന്യ വലിയ തിരക്കൊന്നുമില്ലാത്ത ദിവസങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഈ ഡിസംബർ 31 തീയതിയും ജനുവരി 1 നടത്തുന്ന ചില പരിപാടികളില്ലേ, ഡിസംബർ 31 ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. ജനുവരി 1 മുതൽ ഇനി എന്തെല്ലാം വേണം, ഇതെല്ലാം ചിന്തിച്ച് ഉറപ്പിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ പലപ്പോഴും നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ഇത് വേണ്ട വിധത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിസംബർ 1. ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ 2024 ഏകദേശം അവസാനിക്കാറായി. ഈ വർഷം എന്ത് സംഭവിച്ചു, ജീവിതത്തിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ടായി, ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഈ ഡിസംബർ 1 തുടങ്ങി 15 വരെയുള്ള സമയം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നോ, അപ്പോൾ നമ്മൾ ഡിസംബർ 31 ജനുവരി 1 ആകുമ്പോഴേക്കും പുതിയൊരു ട്രാക്കിലേക്ക് വീഴാനുള്ള സമയം കിട്ടും. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ തവണത്തെ വീഡിയോ വായനയെക്കുറിച്ചായിരുന്നു. നല്ല വായനക്കാരുടെ സന്തോഷം നിറഞ്ഞ പ്രതികരണങ്ങൾ കണ്ടു. TPK ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് കാര്യമായിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു. വായനയെ സ്നേഹിക്കുന്നവരുടെ ഇങ്ങനെ സന്തോഷം നിറഞ്ഞ പ്രതികരണങ്ങൾ കിട്ടി. കുറേ പേര് ഞാൻ എന്തായാലും ഇനി വായിക്കാൻ പോവാണെന്നും പറഞ്ഞ് തീരുമാനമെടുത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ചിലർ ചോദിച്ചു, അപ്പോൾ ഇതൊന്ന് തുടങ്ങാൻ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്? അപ്പോൾ വായനയെക്കുറിച്ചുള്ള വീഡിയോയിൽ പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ പിൻ ചെയ്തിടാം. നമുക്ക് ലൈറ്റായിട്ട് വായന തുടങ്ങാം. അതോടൊപ്പം ഒരു പുസ്തകം നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അത്ര രസമൊന്നും തോന്നാത്ത, എന്നാൽ ജീവിതത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു പുസ്തകം കുറച്ചായിട്ട് എല്ലാ ദിവസവും വായിച്ചു പോകാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ജീവിതം പഠിപ്പിച്ച വിജയമന്ത്രങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും മാനേജ്മെൻറ്റ് തത്വങ്ങളും ഒക്കെ കോർത്തിണക്കി എഴുതിയൊരു പുസ്തകമാണ്. ഇപ്പോൾ അത് 4ാം പതിപ്പിലെത്തി നിൽക്കുകയാണ്. എന്നെ അറിയാവുന്ന ആളുകൾ, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരൊക്കെയാണ് അത് വാങ്ങിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യണം. നമ്മളൊരു വാട്സപ്പ് നമ്പർ ഈ ചാനലിൽ തരുന്നുണ്ടല്ലോ, ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമുക്ക് ഡിസംബർ 31 ഒരു ചിന്തയുണ്ടാവുമല്ലോ, 2025 അതിഗംഭീരമാക്കണം, ഇതുവരെ ജീവിച്ച പോലെ ആയാൽ പോരാ. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നേരത്തെ തുടങ്ങണം. 2025 തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറേ പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവണം. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ്. അതാണ് ആ കോഴ്സിൻ്റെ പേര്. ഇതൊരു നല്ല സമയമാണല്ലേ കോഴ്സൊക്കെ ചെയ്ത് 2025 വരുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങൾക്കും ഇങ്ങനെ റെഡി ആവുക. ഡിസംബർ മാസത്തെ കോഴ്സ് 15-ാം തീയതി തുടങ്ങുകയാണ്. 15-ാം തീയതി തുടങ്ങി 22-ാം തീയതി വരെ ഓൺലൈനിൽ രാത്രി 8 തൊട്ട് 9 മണി വരെയാണ് കോഴ്സ് നടത്തുന്നത്. കുറച്ച് പേരുടെയൊക്കെ റിക്വസ്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞു, കോഴ്സിന് ചേരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി താല്പര്യമുള്ളവർക്ക് 9388605198 എന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ കൂടുതൽ വിശദവിവരങ്ങൾ ഞാൻ അറിയിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കോളേജിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് വർഷങ്ങളിലെ പരിചയ സമ്പത്ത് എനിക്കുണ്ട്, ലോകം കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്, ഞാൻ കണ്ട ലോകമൊന്നുമല്ല യഥാർത്ഥ ലോകം. മനുഷ്യരെ അടുത്തറിഞ്ഞ് അവരുടെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സത്യത്തിൽ കാരണമായത് യൂട്യൂബാണ് കേട്ടോ. ഇന്ന് ഞാനങ്ങനെ അടുത്തറിഞ്ഞ ഒരു ബേണിംഗ് ഇഷ്യൂ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന വലിയൊരു അനീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ കുറേ ആളുകളുണ്ട്. അതിൽ കുറേ അധികം ആളുകൾ വീടിനെ സംബന്ധിക്കുന്ന യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ നടക്കുന്നവരാണ്. വീട് നടത്തുക എന്നുള്ളത് ആരുടെയോ ഉത്തരവാദിത്വം. അപ്പോൾ ഇതിൽ ചെറിയൊരു വിഭാഗമുണ്ട്, പുറമെ പോയി ജോലി ചെയ്ത് വീട്ടിലേക്കുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നത് അവരാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അവരാണ്. അപ്പോൾ വീട്ടിൽ ഇതൊന്നും ചെയ്യാതെ കുറച്ച് പേര് വെറുതെ ഇരിക്കുന്നുണ്ടാവും. അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് ഇവരാളുകൾ ശരിയല്ല,
അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇത് ഒന്നോ രണ്ടോ പേരുടെ പ്രശ്നമല്ല കേട്ടോ, എന്ത് അനീതിയാണല്ലേ. ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്കെതിരായിട്ട് അപവാദങ്ങൾ പറയുക. ഇതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. കാരണം ഇവിടെ വരുന്ന വലിയൊരു സൈക്കോളജി ഉണ്ട്. കുറെ പേര് ഒന്നും ചെയ്യാതിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവർക്ക് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഇവർ ചെയ്യുന്നത് കൊണ്ട് ചെയ്യാതിരിക്കുന്നവരെ കുറിച്ച് മോശമായിട്ട് ബാക്കിയുള്ളവർ ചിന്തിക്കാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊരു പ്രതിരോധമായിട്ട് അവരെ ഈ ചെയ്യുന്ന ആളുകളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടം നിറഞ്ഞൊരു കാര്യം. പലപ്പോഴും ആളുകൾ മുഴുവൻ ഈ ചെയ്യുന്ന ആളുകൾക്കെതിരായി തിരിയുകയും ചെയ്യും. ഇതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നോ, ഈ അനീതി കൊണ്ട് വീർപ്പുമുട്ടുന്ന കുറേ ആളുകളുണ്ട്. അവരും മനസ്സിൻ്റെ ധൈര്യം ചോർത്തിക്കളയാതെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പുറമേ പോയി ജോലി ചെയ്യുന്നു, വീട്ടിലേക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നു, അതിൻ്റേതായിട്ടുള്ള ചില സ്വാതന്ത്ര്യം അവരനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അവരനുഭവിക്കുന്നുണ്ടാവും. കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ അവർ ജീവിക്കുന്നുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ. ഒരാളിപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ അയാൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ അതുപോലും ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. മനുഷ്യന് സ്വതസിദ്ധമായിട്ടുള്ള ഒന്നാണ് മടി. ഒന്നും ചെയ്യാൻ അവന് പൊതുവെ കഴിയില്ല. പക്ഷേ ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്താനുള്ള ഒരു താല്പര്യം മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം വേറൊരു കാര്യം കൂടി അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ തളർത്തിക്കളയുന്നവരെ പ്രതിരോധിക്കുക. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി പുറമേ പോയി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം നടത്തുന്ന ആളുകൾ, ഇവരെപ്പറ്റി സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കണം? അസൂയ ആയിരിക്കാനാണ് സാധ്യത. കാരണം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് 10 പൈസ വരുമാനമില്ല. അപ്പോൾ വീട്ടിലെ 1-2 പേര് വരുമാനം ഉണ്ടാക്കുന്നു, അവർ പുറത്തേക്ക് പോകുന്നു, ജോലിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടുകാർ ചെയ്യുന്നതിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. 1-2 ആളൊന്നുമല്ല, ധാരാളം പേര്. അപ്പോൾ അവരിത്തരം കാര്യങ്ങൾ എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് വിട്ട് കളയേണ്ടതായിട്ട് വരും. അസൂയക്കും കഷണിക്കും മരുന്നില്ല. അപ്പം മരുന്നില്ലാത്തൊരു സംഭവമാണ് അസൂയ. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന മാർഗമാണ് മറ്റുള്ളവരെയും നിഷ്ക്രിയരാക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ തളർത്തിക്കളയുക. അവർ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ പാരയാകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെപ്പോലെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. മനസ്സിൽ നടക്കാനിടയുള്ള ചിന്താഗതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ സ്വന്തക്കാരോടൊക്കെ പോയി ഈ ജോലിക്ക് പോകുന്ന വ്യക്തിയെക്കുറിച്ച് പലതും പറഞ്ഞു നടക്കുമ്പോൾ ന്യായീകരിക്കാൻ നടക്കരുത്. ഈ അപവാദത്തിന് ഇരയാകുന്ന ആളെന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലായിടത്തും നടന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ആളുകൾക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. നമ്മളിങ്ങനെ ന്യായീകരിക്കുന്നത് കൊണ്ട് ഒരു മാറ്റവും അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ നടക്കുന്ന ഈ സമയമില്ലേ, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് മടിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് മടിയില്ലാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയില്ലേ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഈ പറഞ്ഞ കൂട്ടർക്ക് മറുപടി പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും നമുക്ക് കിട്ടാനില്ല. പലരും പറയും, അമ്മായിയമ്മ അവിടെ പോയി എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞു. അത് മനസ്സിൽ നിന്ന് കളയണം. ചിലപ്പോൾ എല്ലാവരും കൂടി നമ്മൾ വിചാരണ ചെയ്യും. എല്ലാവരും കൂടി ഒന്ന് വിചാരണ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ചില വീടുകളിൽ ഉണ്ടാവാറുണ്ട്. കേട്ട് നിൽക്കുക. എല്ലാം കേട്ടതിന് ശേഷം 1-2 വാചകങ്ങളിൽ മറുപടി പറയുക. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുള്ള തീരുമാനം ഇതാണ്. ആരോടും നമുക്ക് ഈ തീരുമാനം പറയാമല്ലോ. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നടക്കുന്ന ലൈഫ് പാർട്ട്ണർ, പിന്നെ നമ്മുടെ ഇൻലോസ്, പിന്നെ സ്വന്തം മക്കൾ. എങ്ങനെയുള്ള മക്കളാണെന്ന് അറിയാമോ? ഇതുവരെ ഒന്നും ചെയ്യാതെ നടന്ന് പ്രായപൂർത്തിയായി ആ രീതിയിൽ ജീവിച്ച് പുറത്തുപോയി ജോലി ചെയ്യാനോ ഒരു വരുമാനം ഉണ്ടാക്കാനോ പറ്റാതെ നിൽക്കുന്ന മക്കളില്ലേ, അവരും ഇതിനകത്ത് കൃത്യമായ പങ്കുവഹിക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, പലരും ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ
ഫാമിലി ബോണ്ടിങ് ആണ്. ഒരു മകൻ അമ്മയോട് എത്ര മോശമായിട്ട് പെരുമാറിയാലും അമ്മയുടെ മനസ്സിൽ വരുന്ന ചിന്ത ഞാനൊരു അമ്മയല്ലേ. ലൈഫ് പാർട്ട്ണർ വളരെ മോശമായിട്ട് പെരുമാറിയാലും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എൻ്റെ ഭർത്താവല്ലേ, ഭാര്യയല്ലേ. ഈ ഒരു ബോണ്ടിങ് ആണ് ആളുകളെ വഷളാക്കുന്നതെന്ന് ഞാൻ പറയും. വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി നമ്മൾ ചെയ്യുന്നതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകളോട് ഇങ്ങനൊരു ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ചെയ്യുന്നതിന് ഒരു നന്ദിയെങ്കിലും വേണ്ടേ. അമ്മ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളാണ്, ആ അമ്മ സന്തോഷമായിട്ടിരിക്കട്ടെ. അവിടെ അസൂയൊക്കെ കൊണ്ടു നടന്നാൽ ഈ ബോണ്ടിങ്ങിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. എൻ്റെ മകനായതുകൊണ്ട് അവൻ ചെയ്യുന്ന എന്ത് തോന്നിയവസവും ഞാൻ സഹിക്കേണ്ടവളാണ്, അങ്ങനെ ഒരു അമ്മ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. പല കാര്യങ്ങളെക്കുറിച്ചും പല തെറ്റിദ്ധാരണകളുണ്ട്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ മകനെതിരായിട്ട് പരാതി കൊടുത്താലും ചിലപ്പോൾ പോലീസുകാർ പറയും നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങളല്ലേ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അയാൾ ഒരു പ്രായപൂർത്തിയായി അയാൾ സ്വന്തം കാലയിൽ നിൽക്കാറായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കാണ്. ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ. ഈ ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്കല്ലേ എളുപ്പം കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജീവിതത്തെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് കാര്യങ്ങൾ പറയാനാണല്ലോ എളുപ്പം. വെറുതെ ഇരിക്കുന്ന ആളുകളോടൊരു സഹതാപം, അവരോട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ. വളരെ കഷ്ടപ്പെട്ട് ഇതെല്ലാം സഹിക്കുന്ന ആളുകളെക്കുറിച്ചൊരു ചിന്തയില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സ്വയം പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വരും. ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ട് വരും. അമ്മയല്ലേ, ഭാര്യയല്ലേ, ഭർത്താവല്ലേ, അച്ഛനല്ലേ, ഇങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ടതാണ്. ഒരു സൈഡ് മാത്രമായിട്ട് തോന്നേണ്ട ഒന്നല്ല. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ നമുക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്തുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ സങ്കടം വരുമല്ലേ. അപ്പോൾ നമ്മൾ ആ സങ്കടം എക്സ്പ്രസ് ചെയ്യും, ചിലപ്പോൾ മുറിയിലൊക്കെ ഇരുന്ന് കരയും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്തോറും ഇത് കൂടാനാണ് സാധ്യത. അങ്ങനെയാണ് സൈക്കോളജി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ തൊട്ടാവാടിയെ കാണുമ്പോൾ നമ്മളൊന്ന് തൊടും. മറ്റു പല ചെടികളോടെ ഉണ്ടെങ്കിൽ ഇതിനെ കയറി തൊടാൻ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. കാരണം നമ്മൾ ചുരുങ്ങി ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ അവഗണിക്കുക മാത്രമല്ല, നമ്മൾ പൂർവാധിക ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അത്ര എളുപ്പമല്ല, പക്ഷെ സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അഭിനയിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ ആളുകളോടൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറുക. അവരോട് വഴക്കിനും വക്കാണത്തിനും ന്യായീകരണത്തിനും പോകാതിരിക്കുക. അത് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ. നാലാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞ ആ വീട്ടിലൊരു അന്തരീക്ഷം ഉണ്ടല്ലോ. ഒരാൾ കഷ്ടപ്പെട്ട് പുറത്തുപോയി സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. കുറേ ആളുകൾ ഒന്നും ചെയ്യാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ നിയന്ത്രണം വരുമാനം ഉണ്ടാക്കുന്ന ആളിൻ്റെ കയ്യിലായിരിക്കണം. അവിടെ ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ അവസ്ഥ ഇതാണല്ലോ. ഇവർക്കും പുറമേ പോയി ജോലി ചെയ്ത് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്, പക്ഷെ അവർ ചെയ്യുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയ വരുമാനത്തിൻ്റെ പുറത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഈ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ വരുമാനം ഉണ്ടാക്കാത്ത ആളുകൾക്ക് ചെലവഴിക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും. അവരവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ പണം ചെലവഴിക്കാനൊക്കെ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ആകേണ്ടത്. ബജറ്റ് ഉണ്ടാവണം. ഇന്ന കാര്യങ്ങൾക്ക് ഇത്രയും പണമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. കുടുംബത്തിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ഇത്രയും പണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഓരോരുത്തരുടെ ആഡംബരം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ, അത് അവനവൻ ജോലി ചെയ്ത് അവനവൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യണം, ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ അവരിൽ നിന്നും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവരങ്ങനെ ആയിപ്പോയി. അപ്പോൾ വ്യക്തിപരമായ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കണം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതല്ലേ, അതിൽ ഒരു ഭാഗം ധൈര്യമായിട്ട് മാറ്റിവെക്കണം. അത് സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ വെറുതെ ആളുകളുടെ കുറ്റപ്പെടുത്തലും അപവാദ പ്രചരണവും ഒക്കെ സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. അവരതിങ്ങനെ നടത്തിക്കോട്ടെ, നമ്മളിതിനെ സഹിക്കാൻ നടക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഈ ജീവിതത്തിൽ നമ്മൾ എന്തായിത്തീരുന്നു അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അവിടെ എൻ്റെ കൂടെ ഉള്ളവരിങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
ചുറ്റുപാടും എന്ത് നടന്നോട്ടെ, ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള വലിയൊരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം വേറെ ആർക്കും വേണ്ടി ഹോമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിലിട്ട് ഉറപ്പിക്കണം. ഒരു വ്യക്തിക്ക് അയാളോട് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉള്ളത്. എന്നാലും ചിലരുടെ മനസ്സിൽ ഒരു സംശയം ബാക്കിയുണ്ടാവും. പറയുന്നവർക്ക് ഇങ്ങനെ പറയാം, പക്ഷേ ഇതെല്ലാം നടപ്പാക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തയ്യാറായി ജീവിക്കുന്ന സ്ത്രീകൾ മാതൃകകളായി നമ്മുടെ ചുറ്റുമുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്ത് തളരാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിരോധിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് കൂടുതലാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ പിടിച്ചു വലിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷേ നമ്മളൊരു ലെവലിൽ നിന്നാലേ പിടിച്ചു വലിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ പിടിച്ചു വലിക്കാൻ എളുപ്പമാണ്. ഞാൻ കുറേ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വലിക്കലും നടക്കില്ല. അവിടെ വരെ എത്തുക എന്നുള്ളത് അത്ര ഈസിയല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ നന്നായിട്ട് ജീവിക്കുക. ഒരു കാരണവുമില്ലാതെ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മളൊരു സന്ധിയിൽ ഏർപ്പെടരുത്. കാര്യങ്ങൾ ചെയ്യുന്നവരെ തളർത്തുക എന്നുള്ളത് ഒരു വ്രതമാണ്. അത് കുടുംബത്തിലുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവും. നമ്മളതിൽ വിഷമിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമാണെന്ന് മറന്നു പോകരുത്. നമുക്ക് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന് പാരയായിട്ട് അവർ മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.